നമസ്കാരം സാർ. നമസ്കാരം. കഴിഞ്ഞ ദിവസം നമ്മൾ DYSP മധു ബാബുവിനെ കോടതി ശിക്ഷിച്ച ആ വാർത്ത നമ്മൾ വിശകലനം ചെയ്തായിരുന്നു. സാർ അതിൻ്റെ നിയമവശങ്ങളൊക്കെ പറഞ്ഞ് ഒരുപാട് വിവരങ്ങൾ ആ കാര്യത്തിൽ പങ്കുവച്ചു. അപ്പോൾ അതിനെ തുടർന്ന് ആ വീഡിയോയ്ക്ക് ധാരാളം പ്രതികരണങ്ങൾ കിട്ടി. ഒരുപാട് പ്രേക്ഷകർ ഒരുപാട് വിവരങ്ങളുമായിട്ട് നമ്മളെ കമൻറ്റ് ബോക്സിൽ വരികയാണ്. അപ്പോൾ അത് പരിശോധിച്ച് ആഴങ്ങളിലേക്ക് ചെന്നപ്പോഴാണ് മനസ്സിലായത്, നമ്മുടെ നാട്ടിൽ കാക്കിയിട്ട ക്രിമിനലുകളുടെ എണ്ണം വളരെ കൂടുതലാണ് എന്ന്. ഒരു അഭിഭാഷകൻ കൂടിയായ അങ്ങേക്ക് ഈ കാര്യത്തിൽ നിരവധി വിവരങ്ങൾ പറയാൻ സാധിക്കും. എന്താണ് അങ്ങേക്ക് ഈ കാര്യത്തിൽ വെളിപ്പെടുത്താൻ കഴിയുന്നത്? ഞാനും ശ്രദ്ധിച്ചിരുന്നു അത്. നമ്മൾ പല വീഡിയോസ് ചെയ്തിട്ടുണ്ടെങ്കിലും ഇതിന് കിട്ടിയ ഒരു പ്രേക്ഷക പ്രതികരണം നമ്മളെ അത്ഭുതപ്പെടുത്തുന്ന തരത്തിലാണ്. ആ കമൻറ്റ് ബോക്സ് ഒക്കെ നോക്കിയാൽ തന്നെ പോലീസിലെ ക്രിമിനൽ വൽക്കരണം അത് ഇന്നോലെയോ തുടങ്ങിയതല്ല. അതിന് നൂറ്റാണ്ടുകളുടെ പഴക്കമുണ്ട്. നമുക്കറിയാം, നമ്മുടെ ബ്രിട്ടീഷ് പോലീസിൻ്റെ നക്സൽ വർഗീസിൻ്റെ കൊലപാതകം നമ്മളൊക്കെ ധരിച്ചിരുന്നത് പോലീസുമായുള്ള ഏറ്റുമുട്ടൽ വർഗീസ് കൊല്ലപ്പെട്ടു എന്നാണ്. പക്ഷേ ഒരു കോൺസ്റ്റബിളായ രാമേന്ദ്രൻ നായർ വെളിപ്പെടുത്തിയപ്പോഴാണ് നമ്മൾ അറിയുന്നത് അത് IG ലക്ഷ്മണയുടെ നേതൃത്വത്തിൽ നടന്ന ഒരു കൊലപാതകമായിരുന്നു എന്ന്. അപ്പം നമുക്ക് അവിടെ നിന്ന് തന്നെ തുടങ്ങാം. അപ്പം ലക്ഷ്മണ ശിക്ഷിക്കപ്പെട്ടത് ജനങ്ങൾക്ക് സർക്കാരുകൾക്ക് ചെയ്യുന്നതിനേക്കാട്ടിലും അപ്പുറത്തേക്ക് കാര്യങ്ങൾ ജനങ്ങളുടെ അവസാന പ്രതീക്ഷ കോടതിയിലാണ് എന്നുള്ള തരത്തിലുള്ള നമ്മുടെ സങ്കല്പങ്ങൾ അല്ലെങ്കിൽ നമ്മുടെ വ്യവസ്ഥിതിക്ക് അടിവരയിടുന്ന ഒരു സംഭവമാണ്. അപ്പം നമ്മൾ ചർച്ച ചെയ്യപ്പെട്ടു. അയാൾ തിരുവനന്തപുരം സെൻട്രൽ ജയിലിലായിരുന്നു ദീർഘകാലം. ഒരു IG ആയി റിട്ടയർ ചെയ്ത ഒരു ഉയർന്ന പോലീസ് ഉദ്യോഗസ്ഥൻ തിരുവനന്തപുരം സെൻട്രൽ ജയിലിൽ കിടന്ന് വിചാരണ കഴിഞ്ഞ് തടവ് പുള്ളിയായി അയാൾ ഇവിടെ ദീർഘകാലം കഴിഞ്ഞു. പിന്നെ നമുക്കറിയാം, നമുക്ക് കഴിഞ്ഞ കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് DYSP ഷാരി പ്രതിയായ ഒരു പ്രവീൺ വധക്കേസ്. ഞാൻ ഈ ലക്ഷ്മണയിൽ നിന്ന് പ്രവീൺ വധക്കേസിലേക്ക് വരാൻ കാരണം പല തരത്തിലുള്ള വളരെ വിശ്വസനീയമായ കേന്ദ്രങ്ങളിൽ നിന്നും ഈ പറയുന്ന ശ്രീരേഖ അടക്കം, അല്ലെങ്കിൽ അന്ന് ശ്രീരേഖ അടക്കം ഈ DGP ആയിരുന്നവർ പറഞ്ഞിട്ടുണ്ട്, ആ കേസിലെ അന്വേഷണ ഉദ്യോഗസ്ഥയായിരുന്ന ശ്രീരേഖയോട് അന്നത്തെ പോലീസിലെ ഉയർന്ന ഉദ്യോഗസ്ഥർ പറഞ്ഞത്, നിങ്ങൾ ഈ കേസിൽ ഒരു അന്വേഷണം നടത്തിയാൽ മാത്രം മതി. ഈ കേസിൽ ഷാജിയിലേക്ക് നിങ്ങൾ അറസ്റ്റിലേക്കോ ഒന്നും ചാടിക്കയറി പോകരുത്. കാരണം ഷാജി ഭയപ്പെടേണ്ട ഒരാളാണ്. ഷാജിക്ക് അത്രമാത്രം മാഫിയ ബന്ധങ്ങളുണ്ട്. തന്നെയല്ല, അന്വേഷണത്തിൽ കഴിവ് തെളിയിക്കപ്പെട്ട ഉദ്യോഗസ്ഥനുമാണ്. സത്യത്തിൽ അവർ ഭയത്തോടുകൂടിയാണ് ആ അന്വേഷണത്തെ ഏറ്റെടുത്തത്. പക്ഷേ അവർ ഒരു നല്ല സത്യസന്ധയായ ഉദ്യോഗസ്ഥയായതുകൊണ്ട് ആ കേസിൽ പ്രതി DYSP ഷാജിയെ പല ദിവസം കസ്റ്റഡിയിൽ വെക്കുകയും അത് നിയമവിരുദ്ധമായും, കാരണം ഈ ഒരു DYSP പ്രതിയായി വരുന്നൊരു കേസിൽ ഒരിക്കലും അയാളോടൊരു സാധാരണ പ്രതിയെ ചോദ്യം ചെയ്യുന്ന രീതിയിൽ ചോദ്യം ചെയ്താൽ അയാൾ കൺഫസ് ചെയ്യില്ല. അപ്പം നമുക്ക് അത് തന്നെ ഇതിനൊരു ക്ലാസിക് എക്സാമ്പിളാണ്. എന്താണ്, ഇത്തരത്തിൽ പോലീസ് ഉദ്യോഗസ്ഥന്മാർ പ്രതികളായി വരുന്ന കേസിൽ അന്ന് താരതമ്യേന ജൂനിയറായിരുന്ന ശ്രീരേഖയോട് ഉയർന്ന പോലീസ് ഉദ്യോഗസ്ഥർ കൊടുത്ത നിർദ്ദേശം, നിങ്ങൾ ഈ കേസിൽ ഇടപെടുന്നത് സൂക്ഷിച്ചു വേണം, നിങ്ങളുടെ ജോലി വരെ നഷ്ടപ്പെടുവാൻ സാധ്യതയുണ്ട്, ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്ന് ശക്തമായ വിയോജിപ്പ് നിങ്ങൾക്കുണ്ടാകും, ഡിപ്പാർട്ട്മെൻറ്റിൽ നിങ്ങൾക്ക് മുഴുവൻ ശത്രുക്കളാവും എന്ന് അവരും പറഞ്ഞിട്ടുണ്ട്. അന്നത്തെ ഉയർന്ന പോലീസ് ഉദ്യോഗസ്ഥന്മാർ പിന്നീട് അത് വെറുതെ ഭയപ്പെടുത്താൻ പറഞ്ഞതാണോ, ഷാജിയെ അത് യഥാർത്ഥത്തിൽ പോലീസ് ഫോഴ്സിനൊരു പ്രത്യേകതയുണ്ട്. ഈ നമ്മൾ പറയത്തില്ലേ കാക്കിയിട്ട ക്രിമിനൽ എന്നൊക്കെ നമ്മൾ പറയുമ്പോൾ ഞാൻ പറയുന്ന പോലീസിലെ എല്ലാ ഉദ്യോഗസ്ഥരെയും അല്ല, പക്ഷെ പോലീസിലെ ഒരു 40% വരെയുള്ള സത്യസന്ധരായി ജോലി ചെയ്യുന്ന, സത്യസന്ധമായി ജീവിക്കുന്നവർ. ബാക്കി 60% ഈ ക്രിമിനൽ വൽക്കരണത്തിൻ്റെ ഭാഗമായി ഉള്ളവരാണ്. അപ്പോൾ അവർ നേരിട്ടും അല്ലാതെയും പല IPS ഉദ്യോഗസ്ഥന്മാർക്കും പല ഉയർന്ന ഉദ്യോഗസ്ഥന്മാർക്കും ഈ പോലീസിലെ ക്രിമിനൽ ബന്ധമുള്ള ഉദ്യോഗസ്ഥന്മാരെ ഭയമാണ്. അതുകൊണ്ടായിരിക്കാം. പക്ഷേ അവർ ശ്രീരേഖയുടെ ഒരു വിഷയം അന്ന് അത്തരത്തിൽ
ഉയർന്ന ഉദ്യോഗസ്ഥന്മാർ ഇത്തരത്തിൽ ഒരു ഉപദേശം കൊടുത്തത്. പക്ഷേ അവരെ അന്വേഷണവുമായി മുന്നോട്ട് പോയി പ്രതി ശിക്ഷിക്കപ്പെട്ടു. പ്രതി തിരുവനന്തപുരം സെൻട്രൽ ജയിലിൽ കിടന്നു. DGP ജേക്കബ് പുന്നൂസ് ആണോ ജേക്കബ് തോമസ് ആണോ? ജേക്കബ് പുന്നൂസ് അലക്സാണ്ടർ ജേക്കബ് DGP ആയിരുന്ന സമയത്ത് ഇവരോട് പറഞ്ഞു, പിന്നെ അയാൾ പരോളിന് ശ്രമിക്കുന്നുണ്ട്, പരോൾ ഇറങ്ങിയാൽ അവരാദ്യം അയാൾ പലവട്ടം ജയിലിലെ ഉയർന്ന ഉദ്യോഗസ്ഥരോട് പറഞ്ഞു, ഞാൻ ആദ്യം പരോളിന് ഇറങ്ങുന്നത് തന്നെ ശ്രീരേഖയെ കൊല്ലാൻ വേണ്ടിയാണെന്ന് പറഞ്ഞു. അപ്പോൾ എന്തുകൊണ്ടാണ് സാധാരണ ഒരു പ്രതി പറയാത്ത, സാധാരണ ഒരു കൊലക്കേസിൽ, ഒരു കൊലപാതക കേസിൽ ശിക്ഷിക്കപ്പെട്ട പ്രതി പറയാത്ത അത്ര ആർജവത്തോടും ധൈര്യത്തോടും കൂടി ഒരു DYSP ആയിരുന്ന ആൾ, ഞാൻ ഒരു IPS ഉദ്യോഗസ്ഥയായി എൻ്റെ ജീവിതം തുലച്ച ഞാൻ അവരെ കൊലപ്പെടുത്തുമെന്ന് പറയാനുള്ള ധൈര്യം എങ്ങനെ കിട്ടുകയും ചോദിച്ചു കഴിഞ്ഞാൽ, ഇവർക്ക് ഈ ക്രിമിനൽ ബന്ധങ്ങൾ, സാമ്പത്തികമായ അനധികൃതമായ സാമ്പത്തിക സ്രോതസ്സുകൾ, ഇതെല്ലാം വരുമ്പോൾ ഇവരൊരു വലിയ മാഫിയായിട്ട് മാറുകയാണ്. നമുക്ക് അതെ ഞാൻ പറയാം. അതിന് ഏറ്റവും ബെസ്റ്റ് എക്സാമ്പിളാണ് താമിർ ജഫ്രിയുടെ വധക്കേസ്, SP സുജിത് ദാസ് ഉൾപ്പെട്ട കേസ്. അതിനകത്ത് എന്താണ് സംഭവിച്ചത്? അത് വളരെ എല്ലാവർക്കും അറിയാം, അത് കൊലപാതകമാണെന്ന് വ്യക്തമായിട്ടറിയാം. പക്ഷേ ആ ഉദ്യോഗസ്ഥന്മാരെ എന്തെങ്കിലും ചെയ്യാൻ നമ്മുടെ ഈ സർക്കാരിനോ മറ്റ് സംവിധാനങ്ങൾക്കോ കഴിഞ്ഞിട്ടില്ല. അതവിടെ നിൽക്കട്ടെ. ചില കേസിൽ മാത്രമാണ് പോലീസിൻ്റെ അട്രോസിറ്റി അല്ലെ പോലീസിൻ്റെ കസ്റ്റഡി കൊലപാതക കേസിൽ അപൂർവം കേസുകൾ മാത്രമാണ് യഥാർത്ഥത്തിൽ ഈ വിക്ടിമിന് അല്ലെ വിക്ടിമിൻ്റെ കുടുംബത്തിന് നീതി കിട്ടിയിട്ടുള്ളത്. നമുക്ക് ഫോർട്ട് ഉദയകുമാറിൻ്റെ ഫോർട്ട് ഉദയകുമാറിനെ ഉരുട്ടി വളരെ വളരെ എന്താ പറയുന്നത്, ഒരു മനുഷ്യൻ ഒരു മൃഗങ്ങൾ പോലും ചെയ്യാത്ത രീതിയിൽ ക്രൂരമായി കൊന്നു. അതിനകത്ത് DYSP TK ഹരിദാസ്, CI EK സാബു, ഇവരൊക്കെ കൂടെ ചേർന്ന് നടത്തിയ വളരെ ഹീനമായ കൊലപാതകം. ആ കൊലപാതകത്തിനകത്ത് പക്ഷേ ആ കേസിനകത്തിൽ പ്രതികൾ ശിക്ഷിക്കപ്പെട്ടു. ഈ ഉദ്യോഗസ്ഥന്മാർ ശിക്ഷിക്കപ്പെട്ടെങ്കിൽ പോലും അവസാനം പിന്നെ ഈ പ്രതികളെ കോടതിയിൽ ഹാജരാക്കിയപ്പം എന്തുമാത്രം നാടകീയമായ രംഗങ്ങളാണ് പോലീസ് ഇവിടെ സൃഷ്ടിച്ചത്. ഇത് തിരുവനന്തപുരം പോലുള്ള ഭരണസ്ഥിരാ കേന്ദ്രത്തിന് സെക്രട്ടേറിയറ്റിന് തൊട്ടടുത്തുള്ള വഞ്ചിയൂർ കോടതിയിൽ ഈ പ്രതികളെ കൊണ്ടുവന്നപ്പോൾ ആദ്യം ഡെമ്മി പ്രതികളെ കൊണ്ടുവന്നു. കാരണം ഈ അന്ന് മീഡിയ എല്ലാ പത്രക്കാരും ഫോട്ടോ എടുക്കാനും ഒക്കെ ആയിട്ട് നിൽക്കുകയാണ്. അപ്പോൾ എന്തുകൊണ്ട് ഡെമ്മി പ്രതികളെ കൊണ്ടുവന്നു? ഈ ഡെമ്മി പ്രതികളെന്ന് പറഞ്ഞ് കുറച്ച് പോലീസുകാരെ വേഷം കെട്ടിച്ച് അവിടെ കൊണ്ടുവന്നതിന് ശേഷം അവരുടെ ഫോട്ടോ ഒക്കെ എടുത്ത് പത്രക്കാർ പോയി. പക്ഷെ പിന്നീടാണ് ഈ പോലീസുകാരെ കൊണ്ടുവരുന്നത് യഥാർത്ഥ പ്രതികളെ. ഇതാരാ ചെയ്തത്? ഈ പ്രതികളല്ലല്ലോ. ഏതായാലും ഒരു ഉദയകുമാർ വധക്കേസിനകത്തിൽ, ഉരുട്ടിക്കൊല കേസിനകത്തിൽ പ്രതികളെ കോടതിയിൽ ഹാജരാക്കുന്നത് പ്രതികളല്ലല്ലോ, പോലീസ് ഉദ്യോഗസ്ഥന്മാർ തന്നെ, ഉയർന്ന ഉദ്യോഗസ്ഥന്മാരാണ്. ഇത് നമുക്ക് ഏറ്റവും ഒരു മികച്ച ഉദാഹരണമാണ്. പോലീസിൽ ഒരു ഉയർന്ന ഉദ്യോഗസ്ഥൻ പ്രതിയാകുമ്പോൾ പോലീസിലെ അതിലേക്കാട്ടിൽ ഉപരിയായി ഉയർന്ന ഉദ്യോഗസ്ഥന്മാർ, മുതിർന്ന ഉദ്യോഗസ്ഥന്മാർ ആ വർഗത്തോട് കാണിക്കുന്ന ഒരു തീവ്രമായ ഒരു സ്നേഹമുണ്ടല്ലോ. ആ സ്നേഹിക്കുന്ന അവരിങ്ങനെയൊക്കെയാണ് സ്നേഹിക്കുന്നത്. അവരോടൊരു മൃദു സമീപനമൊന്നല്ല, അവരെ തലോടുകയാണ്. ഈ ഇത്തരത്തിൽ കൊലപാതകത്തിൽ കസ്റ്റഡി കൊലപാതകങ്ങൾ നടത്തപ്പെട്ട എല്ലാ കേസിലും പോലീസ് അസോസിയേഷൻ, അതിനകത്ത് 2 പോലീസ് കോൺസ്റ്റബിളും ജിതകുമാറും ശ്രീകുമാറും. ഈ ജിതകുമാറും ശ്രീകുമാറും അതിനകത്ത് ആ കേസിൽ പ്രതികളാണ്. ജിതകുമാറിന് വേണ്ടി വിധിക്കപ്പെട്ടവർ. അവർക്ക് വേണ്ടി പോലീസ് അസോസിയേഷൻ പിരിവ് നടത്തിയെങ്കിൽ ഈ ഹരിദാസിന് വേണ്ടി സാബുവിന് വേണ്ടിയും ഓഫീസേഴ്സ് അസോസിയേഷനാണ് പിരിവ് നടത്തിയത്. നമുക്ക് അത് കഴിഞ്ഞ് നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കേസായി നമ്മൾ കാണാവുന്നതാണ് പാലക്കാട് ജില്ലയിലെ പുത്തൂർ ഷീല വധക്കേസ്. പുത്തൂർ ഷീല വധക്കേസിലും ഇത് തന്നെയാണ് സംഭവിച്ചത്. മുഹമ്മദ് യാസിനും വിജയ് സാക്കറയും ഉൾപ്പെടെയുള്ളവർ ആ കേസിനകത്ത് പ്രതിസ്ഥാനത്തുണ്ടായിരുന്നവരാണ്. അവസാനം ആ കേസിനകത്ത് 2 കീഴുദ്യോഗസ്ഥന്മാരെ മാത്രം വെച്ചുകൊണ്ട് കോടതിയിൽ ശിക്ഷ നടപ്പിലാക്കേണ്ട സാഹചര്യം ഉണ്ടായി. അതുപോലെ തന്നെ ഉള്ളതാണ് നമുക്ക് ഷീലയെ കൊന്ന തന്നെ. അതുപോലെ തന്നെ നമ്മുടെ ഇടുക്കി ജില്ലയിലെ പീരുമേട് ഉരുട്ടിക്കൊല, പീരുമേട് കൊലപാതകം, അതിനകത്ത് രാജ്കുമാർ എന്ന് പറയുന്ന ആളുടെ കൊന്ന കേസിനകത്ത് എത്രമാത്രം പോലീസ് ആ പ്രതികളെ സഹായിക്കാൻ വേണ്ടി, പ്രതികളെ രക്ഷിക്കാൻ വേണ്ടി എന്തെല്ലാം ഹീനമായ കൃത്യങ്ങളാണ് നടത്തിയിട്ടുള്ളത്. തീർന്നില്ല. ഈ അടുത്ത സമയത്ത് തന്നെ ഉണ്ടായതാണ്. 2020 തോന്നുന്നു, നമ്മുടെ തിരുവനന്തപുരം ജില്ലയിലെ കല്ലമ്പലത്തുള്ളൊരു DYSP ഒരു ഹരികുമാർ ആത്മഹത്യ ചെയ്ത സംഭവം. ആ ഹരികുമാർ ആത്മഹത്യ ചെയ്തതിനകത്തിനും അതിലും ഈ സനൽകുമാർ എന്ന് പറയുന്ന ഒരു മധ്യവയസ്കനെ
വളരെ ക്രൂരമായിട്ടാണ് അയാൾ കൊന്നത്. പക്ഷേ അതിനകത്തിൽ പോലീസിൻ്റെ വേണ്ടത്ര അന്ന് ഉണ്ടായിരുന്ന പിന്നെ ജില്ലാ പോലീസ് ചീഫ് അല്ലെങ്കിൽ റൂറൽ SP അല്ലെങ്കിൽ അന്നത്തെ IG റേഞ്ച് IG ഒക്കെ വളരെ ശക്തമായ നിലപാട് സ്വീകരിച്ചതുകൊണ്ട് മാത്രമാണ് ആ കേസിനകത്തിൽ യഥാർത്ഥത്തിൽ ഈ പ്രതിയായ DYSP ആത്മഹത്യ ചെയ്യുന്ന സാഹചര്യം ഉണ്ടായത്. നമ്മൾ ആത്മഹത്യയെ ന്യായീകരിക്കുകയല്ല, പക്ഷേ ഇത്തരത്തിലുള്ള ഉദ്യോഗസ്ഥന്മാരെ വേറൊരു വഴിയില്ല എന്ന് കണ്ടപ്പോൾ വേറെ വഴിയില്ല എന്ന്. പിന്നെ വാരാപ്പുഴ ശ്രീജിത്തിൻ്റെ കസ്റ്റഡി കൊലപാതകം, യഥാർത്ഥത്തിൽ അതിനകത്ത് പ്രധാനപ്പെട്ട പ്രതിസ്ഥാനത്ത് വരേണ്ട ആൾ AV ജോർജാണ്. കാരണം അന്നത്തെ SP ആയിരുന്നു, ആലുവ റൂറൽ SP ആയിരുന്നു. AV ജോർജിൻ്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘമാണ് ആരെ ശ്രീജിത്തിനെ പിടിച്ചുകൊണ്ടുപോയി വളരെ ക്രൂരമായി കൊല്ലപ്പെട്ടത്. അപ്പം നമ്മൾ ഒരു AV ജോർജിലോ ഒരു പിന്നെ ഷാജിയിലോ അല്ലെങ്കിൽ ഒരു ഹരികുമാറിലോ ഒതുങ്ങുന്നതല്ല. കേരളത്തിലെ ഏറ്റവും നൊട്ടോറിയസായ ഒരു പോലീസ് ഓഫീസർ ഉണ്ടായിരുന്നു, NG ശ്രീമോൻ. അയാളെ സർവീസിൽ നിന്ന് പിരിച്ചുവിടപ്പെട്ടു. ഹൈക്കോടതി വളരെ വ്യക്തമായി 21ഓളം ഗുരുതരമായ കുറ്റകൃത്യങ്ങൾ അല്ലെങ്കിൽ ക്രമക്കേടുകൾ കണ്ടെത്തി ഈ ഉദ്യോഗസ്ഥനെ സർവീസിൽ നിന്ന് പിരിച്ചുവിടണമെന്ന ശുപാർശയുടെ അടിസ്ഥാനത്തിൽ അയാളെ പിരിച്ചുവിട്ടു. 2 വർഷങ്ങൾക്ക് മുമ്പ് അയാളെ പിരിച്ചുവിട്ടു 1 വർഷം പിരിച്ചുവിട്ട് അയാൾ യൂണിഫോം പോയി അയാൾക്ക് ഡിപ്പാർട്ട്മെൻറ്റിന് പുറത്തു പോയതിനു ശേഷം കഴിഞ്ഞ ഈ സർക്കാർ, നമ്മുടെ ഇടതുപക്ഷ സർക്കാർ തന്നെ, കഴിഞ്ഞ ഈ സർക്കാരിൽ തന്നെ അയാളൊരു അപ്പീൽ കൊടുത്തു 1 വർഷത്തിന് ശേഷം. ആ അപ്പീൽ കൊടുത്തപ്പോൾ അന്നത്തെ പിന്നെ വിജയ് സാക്കറെ ആ അപ്പീലിന് അനുകൂലമായ നോട്ട് എഴുതി. എന്താണ് എഴുതിയിരിക്കുന്നത്? ഈ ഉദ്യോഗസ്ഥൻ NG ശ്രീമോൻ എന്ന് പറഞ്ഞ ഉദ്യോഗസ്ഥൻ സാമൂഹ്യമായി പിന്നോക്കം നിൽക്കുന്ന വിഭാഗത്തിൽപ്പെട്ടയാളാണ്, സാധാരണ കുടുംബ പശ്ചാത്തലമുള്ളയാളാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു നോട്ട് എഴുതി അയാളെ തിരിച്ചെടുത്തു. ഞാൻ ചോദിക്കട്ടെ, വേറെ ഏതെങ്കിലും ഡിപ്പാർട്ട്മെൻറ്റിൽ ഇത്രയും ഗുരുതരമായി പിരിച്ചുവിടപ്പെട്ട ഒരു ഉദ്യോഗസ്ഥൻ സർവീസിൽ തിരിച്ചു കയറുമോ? റവന്യൂ വകുപ്പിൽ തിരിച്ചു കയറുമോ? വിദ്യാഭ്യാസ വകുപ്പിൽ തിരിച്ചു കയറുമോ? അല്ലെങ്കിൽ ജുഡീഷ്യൽ സിസ്റ്റത്തിൽ തിരിച്ചു കയറുമോ? ഒന്നുമില്ലല്ലോ. പോലീസ് ഇങ്ങനെയാണ്. എനിക്ക് തോന്നുന്നു ഒരു പരിധിവരെ ഇങ്ങനെയുള്ള കുഴപ്പക്കാരെ ജനങ്ങൾ കൈകാര്യം ചെയ്യുന്ന, പൊതുജനം കൈകാര്യം ചെയ്യുന്ന ഒരു അവസ്ഥ. ഇപ്പോൾ നമ്മളിപ്പോൾ പോലീസിനെ ബഹുമാനിക്കണം. നീതി നിർവഹണ സംവിധാനത്തിൽ ലോ ആൻഡ് ഓർഡർ സിറ്റുവേഷൻ മെയിൻറ്റെയിൻ ചെയ്യുന്നതിൽ അവർക്ക് പ്രധാന പങ്കുണ്ട്. പക്ഷെ നല്ല സത്യസന്ധരായ ധാർമ്മിക ബോധമുള്ള ആളുകളെ നമ്മൾ ബഹുമാനിക്കുകയും ആദരിക്കുകയും ചെയ്യുന്നതോടൊപ്പം തന്നെ ഇത്തരം ക്രിമിനലുകളെ പൊതുജനം ഒരു പരിധിവരെ അവരെ വേണ്ട രീതിയിൽ കൈകാര്യം ചെയ്യുന്ന നിലയിലേക്ക് പോയില്ലെങ്കിൽ പോലീസിൻ്റെ, കാരണം അവർക്ക് ഭയമില്ല. അവരുടെ വിചാരം അവരെ ഇത്തരത്തിലുള്ള ഒരു പ്രൊട്ടക്ഷൻ രക്ഷിക്കാൻ ആളുണ്ട്. അവർ ഇത് ജനം വളരെ ശക്തമായ നിയമ നടപടികൾക്ക് സമ്മർദ്ദം ചെലുത്തി മുന്നോട്ട് പോയാൽ മാത്രമേ ഇത്തരം ഉദ്യോഗസ്ഥന്മാർ ശിക്ഷിക്കപ്പെടുകയുള്ളൂ എന്നുള്ളതാണ് ഇതിനകത്തുള്ള പ്രധാനപ്പെട്ട വസ്തുത. സാറ് പറയുന്നത് തീർച്ചയായിട്ടും നിയമത്തിൻ്റെ വഴിയിലൂടെ തന്നെ ഇത്തരം ഉദ്യോഗസ്ഥന്മാരെ പൂട്ടുക, അവരെ എന്നേക്കുമായിട്ട് സർവീസിൽ നിന്ന് അതോടൊപ്പം തന്നെ പൊതുജനങ്ങൾ ഇക്കാര്യത്തിലൊരു പോലീസ് എന്ന് പറഞ്ഞാൽ എനിക്കറിയാവുന്ന കുറച്ച് പോലീസ് ഉദ്യോഗസ്ഥന്മാരുണ്ടായിരുന്നു. എനിക്കറിയാവുന്നവർ തന്നെ നമ്മൾ കഥ കേട്ടിട്ടുള്ളതും നമ്മൾ കണ്ടറിഞ്ഞിട്ടുള്ളവരുമായിട്ടുള്ള ഒരു ജുവലറി കയറി സ്വർണം മേടിച്ചാൽ പണം കൊടുക്കില്ല, ഒരു ഇറച്ചിക്കടയിൽ കയറി പിന്നെ ഇറച്ചി മേടിച്ചാൽ പോലും ഒരു നാരങ്ങ വെള്ളം കുടിച്ചാൽ പോലും പൈസ കൊടുക്കത്തില്ല. ഇതെല്ലാം ഇതിൻ്റെ ഭാഗമാണ്. നമുക്ക് കോഴിക്കോട് സുന്ദരിയമ്മാൾ വധക്കേസിൻ്റെ കാര്യം നമുക്കറിയാം. കോഴിക്കോട് സുന്ദരിയമ്മാൾ വധക്കേസിനകത്തിൽ യഥാർത്ഥ പ്രതിയെ കിട്ടാതെ വന്നപ്പോൾ ഒരു അന്യസംസ്ഥാന നിരപരാധിയെ പ്രതിസ്ഥാനത്ത് വെച്ചുകൊണ്ട് കുറ്റപത്രം കൊടുത്ത അവസാനം കോടതിക്ക് ഈ കേസിനകത്ത് ഇവയാൾ യഥാർത്ഥ പ്രതിയല്ല എന്ന് വിചാരണ ഘട്ടത്തിൽ മനസ്സിലായപ്പോഴാണ് ഇത്തരത്തിൽ എത്രയോ പ്ലാന്റഡ് കേസുകൾ, എത്രയോ കൃത്രിമമായി ടോമിൻ തച്ചങ്കരി തന്നെ അതിൻ്റെ ഏറ്റവും മികച്ച ഉദാഹരണമാണ്. ടോമിൻ തച്ചങ്കരിയും ASP ആയിരുന്ന സമയത്ത് ഇതുപോലുള്ളൊരു കസ്റ്റഡി മർദ്ദനവും ഈ വ്യാജ കള്ളക്കേസ് എടുത്തതുമായ സംഭവം സുപ്രീം കോടതി വരെ ഏറ്റവും അവസാനം പോയി. സുപ്രീം കോടതി വരെ തിരിച്ചടി കിട്ടുമെന്ന് അറിഞ്ഞപ്പോഴാണ് ലോവർ കോടതികളെല്ലാം ടോമിൻ തച്ചങ്കരിക്കെതിരായിരുന്നു, ജഡ്ജ്മെൻറ്റ് വന്നു. സുപ്രീം കോടതിയിൽ വെച്ച് ഈ തച്ചങ്കരി ഒടുവിൽ ഈ പരാതിക്കാരന് വൻ തുക കൊടുത്തുകൊണ്ട് ഈ കേസ് സെറ്റിൽ ചെയ്യുമായിരുന്നു. ഇതാണ് പോലീസിൻ്റെ സിസ്റ്റം. ഇതിനകത്ത് IPS എന്നോ കേരള പോലീസ് ഓഫീസർ അസോസിയേഷൻ എന്നോ പോലീസ് അസോസിയേഷൻ ഒന്നും ഇല്ല. ഇതിൽ ഇത്തരത്തിലുള്ള മധുബാബു അതിൻ്റെ അവസാനത്തെ ഉദാഹരണം സൂചന മാത്രമാണ്. എന്തായാലും സാർ, ഈ കാര്യത്തിൽ പൊതുജനങ്ങൾ കൂടുതൽ അവർക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ വീഡിയോ ചെയ്തത്. അവർ കൂടുതൽ ജാഗ്രതയോടെ ഈ പോലീസിലെ ക്രിമിനലുകളെ കൈകാര്യം ചെയ്യാൻ, ഒതുക്കാൻ അവർ മുന്നോട്ട് വരേണ്ടതാണ്. നിയമത്തിൻ്റെ എല്ലാ മാർഗങ്ങളും അവർ അതിന് ഉപയോഗിക്കണം എന്നാണ് ഈ അവസരത്തിൽ നമുക്ക് പറയാനുള്ളത്. എന്തായാലും പോലീസിൽ ക്രിമിനൽ വൽക്കരണം കൂടുതൽ ഉണ്ടാകാതിരിക്കാൻ സർക്കാരും അധികൃതരും അതിൻ്റെ ജാഗ്രത കാണിക്കട്ടെ. കാരണം അവർ നിയമം നടപ്പാക്കാനുള്ളവരാണ്, നിയമം ലംഘിക്കാനോ നിയമം കയ്യിലെടുക്കാനോ ഉള്ളവരല്ല എന്ന ബോധം പോലീസിന് ഉണ്ടാകണം.
സർക്കാർ ഈ കാര്യത്തിൽ കൂടുതൽ ജാഗ്രതയോടെ മുന്നോട്ട് പോകട്ടെ, നടപടികൾ സ്വീകരിക്കട്ടെ എന്ന് മാത്രമേ നമുക്ക് ഈ അവസരത്തിൽ പറയാൻ കഴിയുകയുള്ളൂ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.